ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമാക്കി നമുക്കൊരു വാക്യം വായിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 121 അധ്യായം, അതിൻ്റെ 1ഉം 2ഉം വാക്യങ്ങൾ. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നാം ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഭാഗമാണ്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാന്ന് ഇതിൻ്റെ ശീർഷകത്തിൽ പറയുന്നില്ലെങ്കിലും നമുക്കൊന്ന് മനസ്സിലാക്കാം. ആ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. അദ്ദേഹം തൻ്റെ കണ്ണ് എങ്ങോട്ടാണ് ഉയർത്തുന്നത്? പർവ്വതങ്ങളിലേക്കാണ് ഉയർത്തുന്നത്, താഴ്വരയിലേക്കല്ല. തൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന ഈ പ്രശ്നങ്ങളുടെ നടുവിൽ എങ്ങനെ മുമ്പോട്ട് പോകും, എങ്ങനെ മുമ്പോട്ട് ഓരോ സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുമെന്ന് ആലോചിക്കുമ്പോൾ അദ്ദേഹം കണ്ണ് നേരെ മുകളിലേക്ക് ഉയർത്തുകയാണ്. അതിന് അദ്ദേഹം തന്നെ പറയുവാണ്, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. അപ്പം ഈ സങ്കീർത്തനക്കാരൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിൽ ഉയർത്തിയ കാര്യമുണ്ട്. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. അപ്പം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്നാണ് തനിക്ക് സഹായം വരുന്നതെന്ന് അറിഞ്ഞതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ തൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നത്. പ്രിയ ദൈവവേദലേ, നമ്മുടെ ജീവിതത്തിൽ പലവിധമായ ക്ലേശങ്ങൾ കടന്നു വരാം, പലവിധമായ മനോദുഃഖങ്ങൾ കടന്നു വരാം, പലവിധമായ പ്രശ്നങ്ങൾ ആഞ്ഞടിച്ചെന്ന് വരാം. എങ്ങനെ മുമ്പോട്ട് ഓരോ സ്റ്റെപ്പും വയ്ക്കണമെന്ന് അറിയാതെ പലപ്പോഴും നാം തളർന്ന് വീഴാവുന്ന അവസ്ഥയിൽ കൂടെ കടന്നു വരും. പലപ്പോഴും സാമ്പത്തിക ക്ലേശങ്ങളാൽ എങ്ങനെ അടുത്ത സ്റ്റെപ്പ് വയ്ക്കും, നാളെ എങ്ങനെ ജീവിക്കും എന്നോർത്ത് ഭാരപ്പെടുന്ന ദിവസങ്ങൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്നെന്ന് വരാം. പക്ഷെ അതിനെല്ലാം നടുവിൽ നമ്മളെ നടത്തുവാൻ ശക്തനാണ് ദൈവം. കഴിഞ്ഞ കാലങ്ങളിലെ നമ്മുടെ ജീവിതം തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നാം ഒന്നും നേടിയതല്ല, ദൈവം നമുക്കെല്ലാം നൽകി തന്നതാണ്. നമ്മൾ ചോദിച്ചിട്ടോ ഒന്നുമല്ല കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മെ നടത്തിയത്. നമുക്ക് വേണ്ടുന്ന ആഹാരം, നമുക്ക് വേണ്ടുന്ന പാർപ്പിടം, നമുക്ക് വേണ്ടുന്ന വസ്ത്രം, നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി തന്നതാണ്. നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ മിടുക്ക് കൊണ്ടോ ഒന്നും നാം നേടിയതല്ല. ബൈബിൾ പ്രകാരം പറയുന്നു, ഒരു അധ്വാനത്താലൊന്നും കൂട്ടുന്നതുമില്ല കുറയ്ക്കുന്നതും, തൻ്റെ സമ്പാദ്യത്തോടൊന്നും കൂട്ടുന്നതുമില്ല കുറയ്ക്കുന്നതുമില്ല. പ്രിയ ദൈവവേദലേ, ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നാം ഒന്നിനും ഭാരപ്പെടേണ്ട ആവശ്യം വരത്തില്ല എന്ന് പറഞ്ഞ് പ്രതികൂലങ്ങൾ വരാതിരിക്കുകയില്ല, പ്രതിസന്ധികൾ വരാതിരിക്കുകയില്ല, കഷ്ടതകൾ വരാതിരിക്കുകയില്ല, ദുഃഖങ്ങൾ വരാതിരിക്കുകയില്ല. അതിൻ്റെ എല്ലാ നടുവിലും അതിനെ തരണം ചെയ്യുവാൻ ദൈവം നമ്മെ ശക്തനാക്കും. ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ പഠിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ ജീവിച്ചു വരുമ്പോൾ നാം ചിന്തിക്കും, ക്രിസ്തീയ ജീവിതം കഷ്ടത നിറഞ്ഞതാണ്. പക്ഷേ ആ കഷ്ടത ജയിപ്പാനുള്ള വരം ദൈവം നമുക്ക് തരും. നമ്മുടെ സഹായം എവിടെ നിന്ന് നോക്കി ബൈബിൾ പറയുന്നു, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാർ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പലപ്പോഴും നമ്മുടെ ആശ്രയം എങ്ങോട്ടാകുന്നു? മനുഷ്യരിലേക്കാണോ അതോ പ്രഭുക്കന്മാരിലേക്കാണോ? നമുക്കൊന്ന് സ്വയം വിചിന്തനം ചെയ്യാം. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവത്തെങ്കിലേക്ക്, ആകാശത്തെ ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിലേക്കാണ് നമ്മുടെ ലക്ഷ്യം, നമ്മുടെ കണ്ണ് പോകേണ്ടുന്നത്. സങ്കീർത്തനക്കാരൻ അതാണ് ആമുഖമായി ഇൻഡയറക്റ്റായിട്ട് പറയുന്നത്, എൻ്റെ സഹായം എവിടെ നിന്ന് വരുന്നു? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കി യഹോവയെങ്കിൽ നിന്ന് വരുന്നു. സാധാരണ ഒരു സഹായമല്ല വരുന്നത്, ആകാശത്തെയും ഈ പ്രപഞ്ചത്തിലെ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി യഹോവയെങ്കിൽ നിന്ന് വരുന്നു. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിങ്കിൽ നിന്നാണ് എനിക്ക് സഹായം വരുന്നത്, അല്ലാതെ മനുഷ്യരിൽ നിന്നല്ല, പ്രഭുക്കന്മാരിൽ നിന്നുമല്ല.
നാം ആശ്രയിക്കേണ്ടുന്നത് ദൈവത്തിൽ ആശ്രയം വയ്ക്കുക. ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നവരെ ദൈവം ഒരു നാളും കൈവിടുകയില്ല. പലപ്പോഴും നാം ചിന്തിക്കും, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ കഷ്ടത, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ പ്രതികൂലം, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ദുഃഖം, എന്തുകൊണ്ട് ഈ ജീവിതത്തിൽ രോഗം, എന്തുകൊണ്ട് ഈ വിവിധ പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നു. ഒന്ന് മനസ്സിലാക്കുക, ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ദൈവം നമ്മളെ ഓരോ അവസ്ഥകൾ കൂടെ കടത്തിവിടുവാണ്. ഒരു കുഞ്ഞ് LKG കഴിഞ്ഞ് UKG ഒക്കെ പഠിച്ചു, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് കഴിഞ്ഞു, സെക്കൻഡ് സ്റ്റാൻഡേർഡ് കഴിഞ്ഞു, അങ്ങനെ പഠിച്ച് മുമ്പോട്ട് വന്ന് 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ്, അത് കഴിഞ്ഞ് +2 കഴിഞ്ഞു, അത് കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞു, നല്ലൊരു ജോലി പ്രവേശിക്കുന്നത് കൂട്ട് നാമും പലവിധമായ നമ്മുടെ ജീവിതയാത്രയിൽ പല ഘട്ടങ്ങളിൽ കൂടെ നാം കടന്നു പോകേണ്ടതാകുന്നു. നമുക്കറിയാം, നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്കത് ഒരു പ്രയാസമായിരിക്കും. പഠിക്കുന്ന സമയത്ത് അത് പഠിച്ച് കഴിയുമ്പോൾ നമുക്കത് പ്രയാസമാണോ? ഒരിക്കലുമല്ല. അപ്രകാരം തന്നെയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതവും. പലപ്പോഴും നമ്മൾ നേരിടുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ആ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ ജീവിത പ്രതികൂലങ്ങളെ നേരിടുമ്പോൾ നമുക്ക് പ്രയാസവും ബുദ്ധിമുട്ടുമായിരിക്കാം. പക്ഷേ പരിശുദ്ധാത്മാവ് നമുക്ക് താങ്ങായി തണലായി അത് തരണം ചെയ്യുവാൻ നമ്മുടെ കൂടെയുണ്ട്. ഒരിക്കലും തളർന്നു പോകല്ല്. ദൈവം അനുവദിക്കാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ വരുത്തില്ല. ആകയാൽ ദൈവം അനുവദിച്ചു വരുന്നതെല്ലാം നന്മയ്ക്കായിട്ടാണ്, ഒരിക്കലും തിന്മയ്ക്കായിട്ട് ഭവിക്കുകയില്ല. ആകയാൽ വിശ്വാസത്തോടെ പ്രത്യാശയോടെ എൻ്റെ സഹായം ആകാശത്തെ ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നുള്ള ഉത്തമ വിശ്വാസത്തോടെ ജീവിതത്തിൽ കടന്നു വരുന്ന സകല പ്രതിസന്ധികളെയും സകല പ്രതികൂലങ്ങളെ തരണം ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.